ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വേദൂസ് ക്രാഫ്റ്റ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വാച്ച് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. വീഡിയോ കാണുന്നതിന് മുൻപ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. വാച്ച് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ നമുക്ക് എന്തെല്ലാം സാധനം ആവശ്യമായിട്ടുള്ളത് നോക്കാമല്ലോ. ഫസ്റ്റ് വന്നിട്ടുള്ളത് ബീഡ്സാണ്. ഞാനിവിടെ ക്രിസ്റ്റൽ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ലാവൻഡറും വൈറ്റുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് വാച്ച് ഡയലും പിന്നെ ഒരു ചാമുമാണ്, ലോക്കറ്റ് ചാമാണ് എടുത്തിട്ടുള്ളത്. മെറ്റലിൻ്റെ ലോക്കറ്റ് ചാമാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് വന്നിട്ട് ക്രിസ്റ്റൽ ടെക്കിൻ്റെ ഇലാസ്റ്റിക് വയറാണ്. പിന്നെ നമുക്കൊരു കത്രിക ആവശ്യമായിട്ടുണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് B7000 ഗ്ലൂ ആണ്. ഞാൻ B7000 യൂസ് ചെയ്യാറ്. പിന്നെ വന്നിട്ടുള്ളത് ഈ ചാമ് ബ്രേസ്ലെറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റിങ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ആദ്യം തന്നെ ഇലാസ്റ്റിക് വയർ എത്രയാണോ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ അളവ് ഇരട്ടിയാക്കിയിട്ട് എടുക്കാം. എന്നാൽ പകുതി ആക്കിയിട്ടാണ് നമുക്കിത് ചെയ്യേണ്ടത്. അപ്പോൾ എത്രയാണ് അളവ് എന്ന് വെച്ചാൽ എത്രയാണോ അളവ് അതിൽ കുറച്ചും കൂടെ കൂടുതൽ എടുക്കുക. കാരണം നമുക്ക് കെട്ട് ചെയ്യുമ്പോൾ കുറച്ച് എക്സ്ട്രാ വേണ്ടി വരും. എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്തിട്ട് അത് കട്ട് ചെയ്യാം. ശേഷം വാച്ച് ഡയലിൻ്റെ അതിലൂടെ ഒരു ലെയർ ഇട്ട് കൊടുക്കാം. രണ്ടെണ്ണം ഒരുമിച്ചിടാണ്ട് ഒന്ന് മാത്രം ഇട്ടിട്ട് പകുതിയാക്കിയിട്ട് പിടിക്കാം. രണ്ട് എൻഡും കൂടെ ഒരുമിച്ച് വരുന്ന രീതിയിൽ പിടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലൂടെ നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം വൈറ്റ് ബീഡ്സും പിന്നെ ലാവൻഡർ ഷെയ്ഡുമാണ് ഇടുന്നത്. ഓരോന്നായിട്ട് അങ്ങനെ മാറ്റി ഇട്ട് കൊടുക്കുക. ഇത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് എൻഡും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഉണങ്ങാൻ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കോർത്തെടുക്കാൻ പറ്റും. അളവിനനുസരിച്ച് ഓരോ ബീഡ്സുമായിട്ട് കോർത്തെടുക്കാം. എത്രയാണോ നമുക്ക് അളവ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അതിൽ ബീഡ്സ് ഇട്ട് കൊടുക്കാം. ശേഷം ആ ഒരുമിച്ച് പിടിച്ചത് 2 ലെയറാക്കിയിട്ട് ഒരു ലെയർ നമ്മുടെ വാച്ച് ഡയലിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കെട്ടി വെക്കാം. കെട്ടുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നോർമലായിട്ട് കെട്ടുമ്പോൾ പെട്ടെന്ന് അഴിഞ്ഞു പോവും. ഇലാസ്റ്റിക് അല്ലേ, അതുകൊണ്ട് തന്നെ നന്നായിട്ട് കെട്ടി വെക്കണം. ആദ്യം നമ്മൾ നോർമൽ കെട്ടുന്ന പോലെ തന്നെ ഒരു ചുറ്റിട്ട് കെട്ടാം. രണ്ടാമതും അതുപോലെ തന്നെ കെട്ടാം. നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തേത് അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ചുറ്റ് മാത്രം ചുറ്റിയിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ലൂസായി പോകും. മൂന്നാമത്തെ കെട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇതിനുള്ളിൽ തന്നെ 3-4 പ്രാവശ്യം ചുറ്റി കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ട് വലിച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം. ശേഷം നമുക്കതൊന്ന് വലിച്ചു നോക്കാം. അത് ലൂസാവുന്നുണ്ടോ എന്നുള്ളതൊന്ന് വലിച്ചിട്ട് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാനത് ചെയ്തപ്പോൾ ചെറിയ രീതിയിൽ ലൂസായിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് കെട്ടിക്കൊടുക്കാം. നമ്മൾ മൂന്നാമത്തത് കെട്ടിയതുപോലെ തന്നെ ഒന്നും കൂടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ 2-3 പ്രാവശ്യം ഇട്ടിട്ടൊന്ന് കെട്ടിയെടുക്കാം. നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്യാം. ബാക്കി ത്രെഡ് വരുന്നത് കട്ട് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ട് കട്ട് ചെയ്ത് ജസ്റ്റ് ഒരു ഇത്തിരി ഭാഗം അതിന് മുകളിൽ വെച്ചിട്ട് ബാക്കിയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയാണ് ചെയ്യേണ്ടത്. നമുക്ക് വാച്ചിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ ആ കെട്ട് അവിടെ കാണും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ലെയറ് ത്രെഡ് വരുന്നില്ലേ, അത് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് വലിച്ചെടുക്കാം. വലിച്ചെടുത്തിട്ട് ആ കെട്ട് താഴത്തേക്ക് ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാം.
നല്ല രീതിയിൽ തന്നെ അതൊന്ന് വലിച്ചിട്ട് ആ ബീഡിനുള്ളിലേക്ക് വരുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ, എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായിട്ടൊന്ന് ഒരു ഭാഗത്തെ ത്രെഡ് വലിച്ചിട്ടൊന്ന് ബീഡിനുള്ളിലേക്ക് ആക്കിയതിന് ശേഷം ആ കെട്ടിൻ്റെ ആ ഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ചൊന്നാക്കിയാൽ മതി, കൂടുതലാകയാൽ ബീഡിൻ്റെ മുകളിലെല്ലാമായിട്ട് വൃത്തികേടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചൊന്നാക്കിയിട്ട് നമുക്ക് അടുത്ത ബീഡിനുള്ളിലേക്കൊന്നാക്കി കൊടുക്കാം. മൂന്നാമത്തെ ബീഡിൻ്റെ ഉള്ളിലാണ് നമുക്കിപ്പോൾ കെട്ട് വന്നിരിക്കുന്നത്. ഫസ്റ്റത്തെ 2 ബീഡും കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കെട്ടിനുള്ളിലാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ കെട്ട് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ കെട്ട് പെട്ടെന്ന് പൊട്ടിപ്പോയില്ല. നമുക്ക് ആ റിങ് ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് ഓപ്പണായി വരും. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചാമൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ റിങ് നമുക്ക് സെൻറ്ററിൽ വെച്ചിട്ട് സെൻറ്ററിൽ വരുന്ന ബീഡിൻ്റെ ഉള്ളിലെ സൈഡിലൂടെ ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്തതുപോലെ തന്നെ ഒന്ന് മറ്റേ സൈഡിലേക്കൊന്ന് തിരിച്ചു കൊടുക്കാം. കറക്റ്റായിട്ട് അവിടെ നിന്നോളും. അത് അഴിഞ്ഞ് വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൽ കുറച്ചൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് അവിടെ നിന്നോളും. അപ്പം നമ്മുടെ വാച്ച് ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റ് ആയതുകൊണ്ടാണ് ഇത്ര വലുപ്പം കുറവ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് സൈസ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. വാച്ച് ബ്രേസ്ലെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം പഠിച്ചില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടിക്കോ. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ബ്രേസ്ലെറ്റ് പാക്കിംഗ് കവറാണിത്. ഇതിനകത്തേക്ക് ആ ബ്രേസ്ലെറ്റ് ഇട്ടിട്ട് അതിന് സൈഡിൽ വരുന്ന ആ സ്റ്റിക്കർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. സ്റ്റിക്കർ പറിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിതിൻ്റെ ബാക്കിൽ നമ്മുടെ ഒരു താങ്ക് യു സ്റ്റിക്കറും കൂടെ ഒട്ടിക്കുന്നുണ്ട്. ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഇതിൻ്റെ ഡിസൈനിങ്ങും കാണണം എന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം. എല്ലാപ്പോൾ പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടിക്കോ.